ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് ഈവനിങ് റൊട്ടീനാണ്. ഇതിൽ ഹെയർ കെയർ, ഷവർ കെയർ ആൻഡ് സ്കിൻ കെയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തണുപ്പ് കാലമായതുകൊണ്ട് എണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളത്തിൽ എണ്ണയുടെ ബോട്ടിൽ മുക്കി വെച്ചിട്ടൊന്ന് മെൽറ്റായി കിട്ടുമ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് എണ്ണ ചൂടാവും കൂടെ ചെയ്യും, അതിനെ മെൽറ്റായി കിട്ടും ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ദേവയാനി എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു വെളിച്ചെണ്ണയാണ്. അത് കാച്ചിയ എണ്ണയാണ്, നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആണെങ്കിൽ താരൻ്റെ ശല്യം നല്ലോണം, തണുപ്പും കൂടി ആയതുകൊണ്ട് നല്ല ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പോകാൻ വേണ്ടി ഈ ഒരു ഹോട്ട് ഓയിൽ ഹെയർ മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പം ഒരു ഡ്രൈനെസ്സും കൂടെ ഹെയറിനുണ്ട്. തണുപ്പായതാണ് തോന്നുന്നത്, ഡ്രൈനെസ്സും ഉള്ളതുകൊണ്ട് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്. വീക്കിലി വൺസ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഒരു 2-3-4 ദിവസത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഹെയർ ഓയിൽ മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റൊക്കെ വെക്കാം. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ട് വാട്ടറിൽ ടവൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് അത് തലയിൽ കെട്ടി റാപ്പ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഹെയർ വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താരൻ്റെ ഒരു ശല്യം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് എണ്ണ കാച്ചിയെടുക്കാം. അതിൽ വേറൊരു റെമഡി എന്ന് പറയുന്നത് ചെറിയുള്ളി ഇല്ലേ, കുഞ്ഞുള്ളി, അത് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ അതും ഉലുവയും കൂടെ മൂപ്പിച്ചിട്ട് നല്ല കരിച്ചെടുക്കണം. അതും തലയിൽ തേക്കുകയാണെങ്കിൽ താരന് നന്നായിട്ട് താരം കുറയും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പണ്ട് തൊട്ടേ ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ വല്ലാണ്ടൊക്കെ ബുദ്ധിമുട്ടായി വരുമ്പോൾ അത് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നീർക്കെട്ടൊക്കെ ഉള്ളവർ അധികം നേരം വയ്ക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ആഴ്ച 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ താരം നല്ലതായിട്ട് കുറഞ്ഞു കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സിലിക്കൺ ബ്രഷ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിവിടെ തെമൂന്ന് വാങ്ങിയാണ്, നാട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് സിലിക്കണിൻ്റെ ബ്രഷ് ആയതുകൊണ്ട് ഈസി ടു അപ്ലൈ ആണ്. അതുപോലെ മുടി പെട്ടെന്ന് കെട്ടുവിടുമ്പോൾ ടാങ്കിൾ ആവുമൊന്നുമില്ല. ആൻഡ് നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാം. ഒരു റിലാക്സേഷനാണ്, ബ്ലഡിലെ തലയിലെ സർക്കുലേഷൻ കൂട്ടി ഹെയറിൻ്റെ ഗ്രോത്തും ഇത് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ മുടിയിലൊക്കെ കെട്ടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുകയാണ്. നന്നായിട്ടൊന്ന് എണ്ണ ഒന്ന് സോക്കാവട്ടെ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ മസാജാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കണ്ടംകുളത്തേടി ഒരു കുങ്കുമാതൈലം കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മൾ പണ്ടോട്ടേ കേട്ടിട്ടുള്ള സംഭവമാണ്, മുഖകാന്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ ഇത് വെച്ചിട്ടാണ് ഫേഷ്യൽ മസാജ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ റീൽസ് നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഗോഷ ടെക്നിക്ക്, ഗോഷ സ്റ്റോൺ വെച്ചിട്ട് എങ്ങനെയാണ് ഫേഷ്യൽ മസാജ് ചെയ്യുന്നുള്ളത്. സ്റ്റോൺ ഇപ്പം എൻ്റെ ഇല്ല, നാട്ടിലായിപ്പോയി. പകരം ഞാൻ കൈ കൊണ്ട് നമ്മൾ വിരലുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫേഷ്യൽ മസാജ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രോസ് ഉള്ള ആൾക്കാരുണ്ട്, ഇത് പ്രൊഫഷണൽ ആക്കിയ ആൾക്കാർ, അവരുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ചൈനക്കാർ, അവർ കണ്ടുപിടിച്ചാണ് ഈ ഒരു ടെക്നിക്ക് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള പഫിനെസ് നമുക്ക് ലിംഫാറ്റിക് ഡ്രെയിനേജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടെക്നിക്കാണിത്. നിങ്ങൾക്ക് വേറെ കാശ് മുടക്കം ഒന്നും വേണ്ട. നമ്മുടെ ഫേസ് ഒരു അടിപൊളി സ്കൾപ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പഫിനെസ്, ഫേസ് പഫിനെസ്, ഐസ് പഫിനെസ് ഒക്കെ ഉള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നല്ലൊരു ഫേസ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് വിത്തിൻ മിനിറ്റ്സ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. അത് ഇത് എന്നും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചറിൽ തന്നെ നല്ല മാറ്റമുണ്ട്, സ്കിന്ന് ഗ്ലോ ആവും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി തോന്നുന്നു. കാരണം ഒന്ന് ഡള്ളായിട്ട് തോന്നുമ്പോൾ ഈ ഒരു ചെറിയ മസാജ് കൊണ്ട് നമുക്ക് നല്ല ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഈ ഐബ്രോസ് ഈ ചെയ്യുന്ന മസാജ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ റിലീഫ് ചെയ്യാൻ അടിപൊളിയാട്ടോ. നമുക്ക് തന്നെ ഒരു ക്വിക്കായിട്ട് ഒരു ടെൻഷൻ റിലീഫിനൊക്കെ ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻ ലൈൻസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ, റിങ്കിൾസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മസാജ് ചെയ്യുക. അതിൻ്റെ പ്രോപ്പറായിട്ട് കണ്ടിട്ട് ചെയ്യുക കേട്ടോ. വെറുതെ ചെയ്തപ്പോൾ സ്കിന്ന് സാഗായി പോകും. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് യൂട്യൂബിൽ, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹെയർ വാഷ് ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ തീർന്നു. ഇത് ലോറിയലിൻ്റെ ഹൈഡ്രോണിക് ഷാമ്പൂ ആണ്. നിങ്ങൾക്ക് ആർക്കും ഹെയർ ഡ്രൈനസ് നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കണ്ടീഷണർ പിന്നെ ഹെയർ മാസ്ക് ആയിട്ട് വോവിൻ്റെ ഒരു ഹെയർ മാസ്കും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഹൈഡ്രേറ്റിംഗ് ആട്ടോ, നല്ല സ്മെല്ലാണ്, അടിപൊളിയാണ്. പിന്നെ ബോഡി സ്ക്രബായിട്ട് ഈ ഒരു പപ്പായ സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കോഫി സ്ക്രബോ അല്ലെങ്കിൽ ഷുഗർ വിത്ത് കടലപ്പൊടിയോ തൈരോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് കുളി കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് സ്കിൻ കെയർ ആണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. സ്കിൻ കെയർ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോർണിംഗ് ഓർ ഈവനിങ് സ്കിൻ കെയർ വെരി ഇമ്പോർട്ടൻ്റ്. അത് ആരായാലും, മെയിലായാലും ഫീമെയിൽ ആയാലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ എന്തോ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ, സ്കിൻ കെയറോ അതിനൊക്കെ കുറേ കാശ് വേണ്ട, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, അങ്ങനെയൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ തന്ന് ക്ലൻസിങ്, ടോണർ, മോയ്സ്ചറൈസിങ് ആണ്. ടോണർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ക്ലൻസ് ചെയ്യുക, മോയ്സ്ചറൈസർ ചെയ്യുക, ഒരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് മോർണിംഗ് ഈവനിങ് ആണ്, സൺസ്ക്രീനും വേണ്ട, അത്ര മാത്രം ചെയ്താൽ മതി. അതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്
കോസ്റക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ. എൻ്റെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവുന്നതുകൊണ്ട്, പക്ഷെ ഇത് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞു ശരിയായില്ല എന്നുള്ളത്. ബട്ട് എനിക്ക് നല്ല വർക്ക് ആവുന്നുണ്ട് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്, മിനിമലിസ്റ്റിൻ്റെ. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറമാണ്. ഏത് ജെൻഡറിനും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഫേസിലുള്ള സൺ ഡാമേജും പിന്നെ പാടുകൾ, കലകൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മിനിസോ ഇങ്ങനെ മോയ്സ്ചറൈസറാണ്. ഞാൻ റിപ്പീറ്റ്ലി ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതൊക്കെ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വാസ്ലിൻ, വേറെ ഒന്നുമില്ല, വാസ്ലിനാണ് തേക്കുന്നത്. ആൻഡ് നമ്മുടെ സ്കിൻ കെയറും കൂടെ കംപ്ലീറ്റ് ആയി. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി വീക്കെൻഡ്.